നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കൊരുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കരിപ്പൂർ റൺവേയിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുക എന്നത് വിദൂര സ്വപ്നമായി തുടരുന്നു. ഇതാണ് ഗൾഫ് ന്യൂസ് വീക്ക് ഇന്ന് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളും കൗതുക കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുക എന്നത് വിദൂര സ്വപ്നം മാത്രമാകുന്നു. റൺവേ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമാവുന്നത്. റൺവേ നവീകരണം വൈകുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രവാസികളെയാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന കരിപ്പൂർ എയർപോർട്ടിലെ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് പ്രവാസി സംഘടനകളടക്കം വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തോടുള്ള സർക്കാരിന്റെ അനാസ്ഥ ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രവാസികളെയാണ്. കഴിഞ്ഞ 2015 മെയ് 1 കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വലിയ വിമാനങ്ങളുടെ സർവീസ് പൂർണ്ണമായും നിർത്തലാക്കിയത്. 1.5 വർഷം കഴിയുമ്പോഴും റൺവേ പൂർണ്ണമായും സജ്ജമായെന്ന് പറയുമ്പോഴും യാത്രക്കാർക്ക് ഇതിന്റെ ഗുണഫലമൊന്നും ലഭിക്കുന്നില്ല. കരിപ്പൂർ എയർപോർട്ടിന്റെ കാര്യത്തിൽ പ്രവാസി മലയാളികൾ ഇന്ന് വളരെയേറെ നിരാശരാണ് എന്നത് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ കരിപ്പൂർ എയർപോർട്ട് വരുന്നതോടുകൂടി ഗൾഫ് നാടുകളും കേരളവും, വിശേഷിച്ച ഗൾഫ് നാടുകളും മലയാളികളും മലബാർ മേഖലയും തമ്മിലുള്ള വ്യവസായ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെയുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മറ്റു വിനിമയങ്ങളും വളരെ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷ സർക്കാരിനും ഉണ്ടായിരുന്നു, പ്രവാസി മലയാളികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കരിപ്പൂർ എയർപോർട്ട് പ്രതീക്ഷിച്ച പോലെയുള്ള യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ ഖേദകരമായ രൂപത്തിലുള്ള അധപ്പതനമാണ് ഇതിന് ഓരോ ദിവസവും പറയുമ്പോൾ തോറും ഇത് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇടത്തരം സർവീസുകൾ പുനഃസ്ഥാപിക്കുക, പകൽ സമയത്ത് സർവീസുകൾ, ഹജ്ജ്, കാർഗോ സർവീസുകൾ ഇവയെല്ലാം ജലരേഖയായി കിടക്കുകയാണ്. റൺവേ വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഈ വലിയ വിമാനങ്ങൾ പുനരാരംഭിക്കുന്ന പ്രതീക്ഷ നമുക്ക് കഴിഞ്ഞ മാർച്ചിൽ തന്നു. എയർ ഇന്ത്യ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങിയതായിരുന്നു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത്. ആക്ച്വലി കഴിഞ്ഞ ഫെബ്രുവരിയിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉന്നയിച്ച ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിയുകയും ചെയ്തു. 10 ഇരട്ടി റൺവേയുടെ ശേഷി വർദ്ധിച്ചു. ഇതിലൊക്കെ എത്ര വീക്കായ സമയത്തും വളരെ ഭംഗിയായിട്ട് വലിയ വിമാനങ്ങളോട് ഇറങ്ങിയിരുന്നു, ഹജ്ജും ഇറങ്ങിയിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ അവസാന നിമിഷത്തിൽ, ഇപ്പോഴത്തെ അവസാന നിമിഷത്തിൽ മംഗലാപുരം ഇൻസിഡൻറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് റെക്കമെൻഡേഷൻ ഓഫ് കോർട്ട് ഓഫ് എൻക്വയറി കണക്ഷൻ വിത്ത് മംഗലാപുരം ഇൻസിഡൻറ്റ് പുതിയ നിബന്ധനകൾ വെച്ചിരിക്കുക. ഈ പുതിയ നിബന്ധനകൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ക്രിട്ടിക്കൽ എയർപോർട്ടാണ്, ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ റൺവേ നീളം കൂട്ടിയാൽ മാത്രം പോരാ, റൺവേയുടെ വീതി നിലവിലുള്ള 150 മീറ്റർ 300 മീറ്റർ ആക്കണം, ഇരട്ടിയാക്കണം എന്നാണ് പറഞ്ഞത്. മറ്റൊരു നിബന്ധന വെച്ചിരിക്കുന്നത് റിസർവ്ഡ് ആൻഡ് സേഫ്റ്റി ഏരിയ 90 മീറ്റർ അപ്പം ഇവിടെ ഇല്ല, 90x90 അത് 250 മീറ്റർ ആക്കിയിട്ട് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ 4 ഭാഗത്തും വലിയ മണ്ണിടിച്ചിൽ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ നിബന്ധനകളൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന്. പിന്നെ ഏപ്രണും റൺവേയും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ 154 മീറ്ററിൽ 154 മീറ്റർ ആക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലും പ്രായോഗികമല്ലാത്ത നിബന്ധനകളാണ് വച്ചിരിക്കുന്നത്. റൺവേ നവീകരണം പൂർത്തീകരിച്ചാൽ ഉടൻ വലിയ വിമാനങ്ങൾ കരിപ്പൂരിലെത്തുമെന്നായിരുന്നു അധികൃതർ നൽകിയ അറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണം കഴിഞ്ഞെങ്കിലും അധികൃതർ പുതിയ നിബന്ധനകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും പറയുന്നത്
കേരള സർക്കാർ ഭൂമിയെടുത്ത് 365 ഏക്കർ ഭൂമി എടുത്തിട്ട് നൽകുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾക്ക് ആ പണി റൺവേ നിങ്ങളൊന്നും കൂട്ടണ്ട, ആ സ്ഥലം എടുത്ത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് പഴയ രീതിയിലേക്ക് വലിയ വിമാനങ്ങൾ ഇറങ്ങാവുന്ന രീതിയിലേക്ക് അത് ഞങ്ങൾ പെർമിറ്റ് കൊടുത്തോളാം. സ്ഥലം എടുക്കാതെ ഒരു നിലക്കും ഞങ്ങളെ അടുത്ത് വന്നിട്ടോ മന്ത്രിയുടെ അടുത്ത് വന്നിട്ടോ ഞങ്ങൾ ആരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളത് അനുമതി തരില്ല എന്ന് അസന്നിഗ്ധമായ നമ്മുടെ വ്യോമയാന മന്ത്രി MP-മാരുടെ യോഗത്തിൽ വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പിന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലം എടുക്കാൻ കേരള സർക്കാർ തന്നെ മുൻകൈ എടുക്കണം. അവരെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സ്ഥലം കിട്ടും. സ്ഥലം കൊടുക്കാൻ കുമ്മണിപ്പറമ്പ് നിവാസികൾ തയ്യാറാണ്. അവരിപ്പം കുടുങ്ങി കിടക്കുകയാണ്. ചെകുത്താനും കടലും നടുവിലാണ് ആ കുമ്മണിപ്പറമ്പ് നിവാസികൾ. 8-10 വർഷമായി ഈ സ്ഥലം വിൽപ്പനയ്ക്ക് സാധിക്കുന്നില്ല. അവരെ കുട്ടികളെ കല്യാണം നടക്കുന്നില്ല, വീട് നന്നാക്കൽ നടക്കുന്നില്ല, ഒരാൾക്ക് വീട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, ഏതായാലും വിറ്റ് പോകുന്നില്ല. എടുക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. ചോർന്നൊലിക്കുന്ന വീട്, ഞാൻ പല വീടുകളും പോയതാണ്. നന്നാക്കാൻ വരെ അവർക്ക് ധൈര്യം പോരാ. കാരണം ഇന്നെടുക്കും നാളെ എടുക്കും. ഈ ഒരു ലോട്ടറി പോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരള സർക്കാർ ആ കാര്യത്തെ കൊണ്ട് എത്തിച്ചത്. ഇപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും വിളിച്ചു വരുത്തിക്കൊണ്ട്, ഇവരെ എല്ലാ പൊതുസംഘടനകളും വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ സ്ഥലമെടുക്കാനുള്ളൊരു സംവിധാനം സർക്കാർ നിർബന്ധമായിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്താൽ കോഴിക്കോട് എയർപോർട്ട് നിലനിർത്തും. അല്ലെങ്കിൽ നമുക്ക് തിരുവമ്പാടിയോ അല്ലെങ്കിൽ മാവൂർ കൽപ്പള്ളിയോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ രണ്ടാമത് സ്ഥലം കണ്ടെത്തേണ്ടി വരും. അതിൻ്റെയൊക്കെ സാധ്യതകൾ എത്ര എന്ന് കണ്ടറിയേണ്ടതാണ്. എയർപോർട്ട് ടാക്സി ലൈൻ 154 നിന്ന് 182.5 മീറ്റർ ആക്കുക. റൺവേ വീതി 150 നിന്ന് 300 മീറ്റർ ആക്കുക. റിസർവ് ആൻഡ് സേഫ്റ്റി ഏരിയ 240 മീറ്റർ ആക്കുക തുടങ്ങിയവയായിരുന്നു പുതിയ നിർദ്ദേശങ്ങൾ. ഇതൊന്നും കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നടപ്പാക്കാൻ കഴിയില്ല. കരിപ്പൂർ വിമാനത്താവള സ്ഥലമേറ്റെടുപ്പിന് നാട്ടുകാർ എതിരാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ വിമാനത്താവളം പൂർത്തീകരിക്കുന്നതോടൊപ്പം തിരുവമ്പാടിയിൽ പുതിയ വിമാനത്താവളം അനുവദിക്കണമെന്നതാണ് മലബാർ ഡെവലപ്മെന്റ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം. ഏറെ സ്ഥലലഭ്യതയും അവിടുത്തെ MLA ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു നിവേദനം കൊടുക്കുകയും തിരുവമ്പാടി പുതിയൊരു ഗ്രീൻഫീൽഡ് എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ കരിപ്പൂർ അവിടെയായിട്ടുള്ള വ്യത്യാസത്തിൽ കരിപ്പൂർ പഞ്ചായത്തുകളും ജനപ്രതിനിധികളും ഭൂവുടങ്ങളുടെ പേരിൽ ഏതാനും പേര് ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്ന സമയത്ത് തിരുവമ്പാടിയുള്ള ഗുണം വെച്ചാൽ ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുള്ള തിരുവമ്പാടിയിൽ എത്ര ഏക്കറാണ് ഭൂമി ഒരാളെയും കുടിയൊഴിപ്പിക്കാതെ യാതൊരു തടസ്സവും ലഭ്യതയുള്ള സ്ഥലമാണ്, ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് റിട്ടയേർഡ് എയർപോർട്ട് ഡയറക്ടർ സാങ്കേതിക വിദഗ്ധൻ റെക്കമെൻഡ് ചെയ്ത സ്ഥലത്ത് പുതിയ വിമാനത്താവളം വേണമെന്നാണ് ഇപ്പോൾ നമുക്ക് നല്ലൊരു ബദൽ സംവിധാനമുള്ളത്. ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടായ കരിപ്പൂർ ഈ ഡിഫൻസിൻ്റെ രാജ്യരക്ഷാ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കുകയും സിവിൽ അവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് എയർപോർട്ട് ഇതിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി വെക്കുന്ന പണം മാറ്റിവെച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ വിജനമായ ധാരാളം സ്ഥലങ്ങൾ, ഇപ്പോൾ തിരുവമ്പാടി ഉണ്ട്, അതുപോലെ തന്നെ അത്തോളി ഭാഗങ്ങളിൽ നാദാപുരം ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പാടശേഖരം നിർത്തണമെന്ന് പറയുന്നില്ല, ഇതിന് അനുയോജ്യമായ ധാരാളം സ്ഥലങ്ങളെ ഭാഗത്ത് കിട്ടാറുണ്ട്. വലിയ പണച്ചെലവൊന്നും കൂടാതെ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നെടുമ്പാശ്ശേരിയിലെ സമീപ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ഏക്കറുകൾ ഇപ്പോഴും ചെറിയ പൈസ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോഴും ദുരൂഹമായിരിക്കൊണ്ടിരിക്കുന്ന കാര്യം, ഇതെല്ലാം സാധാരണ പ്രവാസികളെക്കാൾ സാധാരണക്കാരെക്കാൾ കൊണ്ട് മനസ്സിലാക്കുന്ന അധികൃതർ, സിവിൽ അവിയേഷൻ ഉദ്യോഗസ്ഥന്മാർ ഇത് പ്രായോഗികമാക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ കരിപ്പൂരിൻ്റെ വികസനം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഹജ്ജ് സർവീസ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റുകയും വലിയ വിമാനങ്ങൾ ലഭിക്കാതെയും വരുന്നതോടെ കരിപ്പൂർ വിമാനത്താവളം പോയ കാലത്തിന്റെ പ്രൗഢമായ ഓർമ്മകളുമായി വെറും നോക്കുകുത്തിയാവും. നിലവിൽ രാത്രി 8 മുതൽ പകൽ 12 വരെയാണ് വിമാന സർവീസ് നടത്താൻ അനുമതിയുള്ളത്. എയർപോർട്ട് നവീകരണത്തെ തുടർന്ന് റൺവേയുടെ 400 മീറ്റർ കുറച്ച് 2450 മീറ്ററിലാണ് സർവീസ് നടത്തിയിരുന്നത്. ബലപ്പെടുത്തിയതോടെ 2850 മീറ്റർ റൺവേ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവ് അടക്കം ചെയ്യേണ്ടത് എന്താ, സ്ഥലമെടുക്കാനുള്ള സംവിധാനം അടിയന്തരമായിട്ട് നടത്തുകയും കേന്ദ്ര സർക്കാരിൽ ഞങ്ങൾ സ്ഥലമെടുത്ത് തരാമെന്നുള്ള ഒരു ഔദ്യോഗിക ഉറപ്പ് അവർക്ക് നൽകുകയും ചെയ്താൽ
ഒരു പ്രശ്നവുമില്ല, കോഴിക്കോട് പഴയ രീതിയിലേക്ക് വരും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ പാണക്കാടിൽ നിന്നൊരു സന്ദേശം മുമ്പ് വന്നിട്ടുണ്ട്. സർക്കാർ കൊടുക്കുന്ന കാശിന് പുറമെ പാണക്കാട് മുസ്ലിം ലീഗ് ബാക്കി കാര്യങ്ങൾ പൈസ മുസ്ലിം ലീഗ് കൊടുക്കും ഗുണഭോക്താക്കൾക്ക് അല്ല ഇരകൾക്ക് എന്ന് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരിൽ നിന്നുകൂടി ആ പൈസ വാങ്ങിയെടുത്ത് ഈ ഇരകൾക്ക് കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്താൽ കരിപ്പൂരിന് യാതൊരു പ്രശ്നമില്ല. നിലവിൽ ചെറിയ വിമാനങ്ങൾക്ക് മാത്രമാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത്. റൺവേ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിസന്ധിക്ക് കാരണമാവുന്നു. വിമാനത്താവളം ഭാഗികമായി അടച്ചതോടെ 25 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. അധികൃതരുടെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മറ്റു വാർത്തകൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മുപ്പത്തിയഞ്ചാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് ഷാർജ എക്സ്പോ സെന്ററിൽ വർണ്ണാഭമായ തുടക്കം കുറിച്ചു. ഇന്ത്യയടക്കം 60 രാജ്യങ്ങളിൽ നിന്നായി 1420 പുസ്തക പ്രസാധകർ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നായി നൊബേൽ സമ്മാന ജേതാവ് കൈലാഷ് സത്യാർത്ഥി, ചേതൻ ഭഗത്, നടൻ മമ്മൂട്ടി, മുകേഷ്, ലാൽ ജോസ്, കെ സച്ചിദാനന്ദൻ, KP രാമനുണ്ണി തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖർ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള ശക്തമായ ഒഴുക്കാണ് ഇത്തവണ മേളയിലേക്കുണ്ടായത്. മുപ്പത്തിയഞ്ചാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് ഷാർജ എക്സ്പോ സെന്ററിൽ തുടക്കമായി. UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. UAE സാംസ്കാരിക വൈജ്ഞാനിക വികസന മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനും ചടങ്ങിൽ സംബന്ധിച്ചു. ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ അധ്യക്ഷതയിൽ ഷാർജ ബുക്ക് അതോറിറ്റിയാണ് മേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ അടക്കം 60 രാജ്യങ്ങളിൽ നിന്നായി 1420 പ്രസാധകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ നിന്ന് DC ബുക്സ് ഉൾപ്പെടെ 50ഓളം പ്രസാധകരും ഉണ്ട്. പുസ്തകങ്ങളോടുള്ള അഭിനിവേശമാണ് ഷാർജ പുസ്തകമേളയിൽ കാണാനാവുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റെഖാദ് അൽ അമീറി അറിയിച്ചു. വിവർത്തനത്തിന് ഷാർജ ബുക്ക് അതോറിറ്റി നൽകുന്ന 20 ലക്ഷം ദിർഹത്തിന്റെ രാജ്യാന്തര അവാർഡും മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രഖ്യാപിച്ചു. തുർജ്മാൻ എന്നാണ് ഈ അവാർഡിന്റെ പേര്. ചലച്ചിത്ര നടൻ മമ്മൂട്ടി, നടനും MP-യുമായ സുരേഷ് ഗോപി, ശശി തരൂർ MP, ചേതൻ ഭഗത്, കൈലാഷ് സത്യാർത്ഥി, കെ സച്ചിദാനന്ദൻ, M മുകുന്ദൻ, പ്രൊഫസർ V മധുസൂദനൻ നായർ, ശ്രീകുമാരൻ തമ്പി, ഗോപി കല്ലായിൽ, KP രാമനുണ്ണി, സുഭാഷ് ചന്ദ്രൻ, ഉണ്ണി R, PN ഗോപികൃഷ്ണൻ, നടനും MLA-യുമായ മുകേഷ്, ലാൽ ജോസ്, ഞരളത്ത് ഹരിഗോവിന്ദൻ എന്നിവരടക്കം ഇന്ത്യയിൽ നിന്ന് പ്രമുഖ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ശനി മുതൽ ബുധൻ വരെ രാവിലെ 9 മുതൽ രാത്രി 10 വരെയും, വ്യാഴാഴ്ച രാവിലെ 9 മുതൽ രാത്രി 11 വരെയും, വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 11 വരെയുമാണ് പ്രവേശനം സൗജന്യമാണ്. സെമിനാറുകൾ, ചർച്ചകൾ, ശില്പശാലകൾ, കുക്കറി ഷോ തുടങ്ങിയവയും പുസ്തകമേളയുടെ ഭാഗമായി അരങ്ങേറുന്നുണ്ട്. മുപ്പത്തിയഞ്ചാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ ഇന്ത്യയിലെ പ്രമുഖരുടെ സാന്നിധ്യം ശ്രദ്ധേയമാവുകയാണ്. ഗൂഗിൾ ചീഫ് ഇവാഞ്ചലിസ്റ്റും ബ്രാൻഡ് മാർക്കറ്റിംഗ് പ്രതിനിധിയുമായ ഗോപി കല്ലായലിന്റെ ജീവിതത്തിൽ നവോന്മേഷം പകരാൻ 5 വഴികൾ ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമാണ് സ്മാർട്ട് ഫോൺ എന്ന് അദ്ദേഹം പറഞ്ഞു. 70 വർഷം കഴിഞ്ഞാൽ ഈ ഉപകരണം അപ്രത്യക്ഷമായി ഇതിലും നവീനമായത് സ്ഥാനം പിടിക്കും. ലോകത്ത് മുഴുവൻ ഇന്ന് ഇന്റർനെറ്റ് വിപ്ലവം നടക്കുന്നു. ഒരു ദിവസത്തിൽ 1440 മിനിറ്റാണുള്ളതെന്നും ഇതിൽ 1 മിനിറ്റ് ആത്മബോധവുമായി സംവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. So today I want to introduce you to the 79th organ in the human body, not created by nature, not created by God, depending on what your belief systems are, but created entirely by human beings. This device here has now become the 79th
organ in the human body. തുടർന്ന് നടന്ന സെഷനിൽ ശശി തരൂർ എംപിയും മകനും എഴുത്തുകാരനുമായ കനിഷ്ക് തരൂരും പങ്കെടുത്തു. മകന്റെ എഴുത്തും പ്രസംഗവും ഒരു വായനക്കാരനെന്ന നിലയിലും പിതാവ് എന്ന നിലയിലും തനിക്കിഷ്ടമാണെന്ന് ശശി തരൂർ എംപി പറഞ്ഞു. മാധ്യമപ്രവർത്തനത്തോടൊപ്പം എഴുത്തുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് കനിഷ്ക് തരൂരും പറഞ്ഞു. നിലവിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിനു വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ് താനെന്നും കനിഷ്ക് തരൂർ വ്യക്തമാക്കി. ഒരു ദിവസം 18 മണിക്കൂർ എടുത്താണ് പുതിയ പുസ്തകം പൂർത്തിയാക്കിയത്. സ്വിമ്മർ എമംഗ് ദി സ്റ്റാർസ് എന്ന പ്രഥമ പുസ്തകം ഈ വർഷം ജാനുവരിയിൽ പ്രകാശനം ചെയ്തിരുന്നു. അതിന്റെ അന്താരാഷ്ട്ര പ്രകാശനവും വേദിയിൽ വച്ച് നടന്നു. ഷാർജ ബുക്ക് അതോറിറ്റി മാർക്കറ്റിംഗ് പ്രതിനിധി സലാം ഉമർ, ഡിസി ബുക്സ് സിഇഒ രവി ഡിസി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. Well, it's a fabulous experience. I'm very, very proud of my son Kanishk. He's written a terrific book which has got magnificent reviews already in India. Is about to come out in America and Britain. But I'm pleased to say that the Malayalam edition has beaten the Americans and the Brits. The title story of the collection, Swimmer Among the Stars, is about a woman who is the last speaker of her dying language. And so in that story, I'm looking at the character of this woman, but I'm also exploring a larger issue that we all face, that we're all facing around the world, which is the way globalization is causing the death of languages. തുടർന്ന് നടന്ന സെഷനുകളിലായി തന്റെ പുതിയ പുസ്തകമായ വൺ ഇന്ത്യ ഗേളിന്റെ വിശേഷവുമായി എഴുത്തുകാരൻ ചേതൻ ഭഗത്തും ദൈവത്തിന്റെ പുസ്തകവുമായി KP രാമനുണ്ണിയും പ്രേക്ഷകരുമായി സംവദിച്ചു. Somehow the Sharjah Book Fair always comes in November, I guess, early November, and my book always comes in October. So throughout October we do all the launches in India in various cities, and the last one is Sharjah Book Fair, and we are calling it the international launch here. മലയാള സാഹിത്യം വളരെ മുന്നിലാണ്. നമുക്ക് ആകെ കൂടി ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല എന്നത് പറയുന്ന പോലെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക്. ഷാർജ പുസ്തകോത്സവം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടിയെ കാണാൻ എത്തിയത്. നിറഞ്ഞുകൂടിയ സദസ്സ് ആർത്തു വിളിച്ചു തന്നെ മമ്മൂട്ടിയെ വരവേറ്റു. ഷാർജ പുസ്തകോത്സവം ഡയറക്ടർ അഹമ്മദ് അൽ അമീറി, എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹനകുമാർ എന്നിവർ ചേർന്ന് മമ്മൂട്ടിയെ സ്വീകരിച്ചു. തുടർന്ന് തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചുള്ള സംവാദത്തിൽ അദ്ദേഹം ഓർമ്മകൾ പങ്കുവച്ചു. ഇന്നത്തെ മമ്മൂട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ മഹാരാജാസ് കോളേജ് വലിയ പങ്കാണ് വഹിച്ചത്. അവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകരും ആ കോളേജ് അന്തരീക്ഷവും മമ്മൂട്ടിയിലെ നടനെ രൂപപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആദ്യമായി ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ സിനിമാ നടനാവണമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് വായനയിലൂടെ സംഭാഷണങ്ങൾ പഠിച്ചു. ആദ്യകാലത്ത് വായിച്ച ഓരോ കഥയിലെയും കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ ഉറക്കെ വായിച്ച് ശീലിച്ചു. അത് ശബ്ദം ക്രമീകരിക്കുവാൻ ഉപകരിച്ചുവെന്നും പിന്നീട് ഈ ശീലം സിനിമയിൽ ഏറെ ഉപകാരപ്പെട്ടുവെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. കാണികളുടെ ചോദ്യങ്ങൾക്കും പ്രിയതാരം മറുപടി നൽകി. സൗന്ദര്യത്തിന്റെ രഹസ്യം പ്രേക്ഷകരുടെ പുണ്യമാണെന്നും ദുൽഖർ സൽമാനും ഒരുമിച്ച് സിനിമയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അതിനുവേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നും മമ്മൂട്ടി ഉത്തരം നൽകി. എന്ത് പുണ്യമാണ് ചെയ്യുന്നത് ഇത്രയും സൗന്ദര്യം കിട്ടാനായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ? ഞാൻ ചെയ്ത പുണ്യമല്ല, നിങ്ങളൊക്കെ ചെയ്ത പുണ്യമാണ്. അതിലൊക്കെ മനസ്സിലായില്ലേ? ആളുകളെ കാണുമ്പോൾ നല്ലോണം പെരുമാറും. പുസ്തകോത്സവം സംഘടിപ്പിച്ച ഭരണാധികാരിക്കും ഒരു നടൻ എന്നതിനപ്പുറം വായനക്കാരൻ എന്ന നിലയിൽ പുസ്തകോത്സവത്തിലേക്ക് ക്ഷണിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി മടങ്ങിയത്. ഡിസി ബുക്സ് സിഇഒ രവി ഡിസിയും ചടങ്ങിൽ സംബന്ധിച്ചു. വായന മരിക്കുന്നു, വായന ഇല്ലാതാവുന്നു, യുവതലമുറ വായിക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് ആവലാതികളും വേവലാതികളും ഉള്ള കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഭാഷ വളരുന്നത് കാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. പുതിയ കാലങ്ങളിൽ പുതിയ ഭാഷകളും പുതിയ വാക്കുകളും ഉണ്ടായിരുന്നു. ഷേക്സ്പിയർ എഴുതി തുടങ്ങിയ കാലത്ത് 40,000 വാക്കുകളെ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് 1,00,000 വാക്കുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഭാഷ വളരുകയാണ്. അത് ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല, ഒരുപാട് ഭാഷകൾ, നമ്മുടെ മലയാള ഭാഷയും വളർന്നിട്ടുള്ളത് വായനയിലൂടെയാണ്. 3.5 പതിറ്റാണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ സന്ദർശക പ്രവാഹമാണ് ഇത്തവണത്തെ പുസ്തകമേള ലക്ഷ്യം വച്ചതെന്ന് അധികൃതർ അറിയിച്ചു.
ബുധൻ മുതൽ വെള്ളി വരെയുള്ള ആദ്യ 4 ദിവസങ്ങളിലായി 6.5 ലക്ഷത്തിലധികം പേർ അക്ഷർ നഗറിലെത്തിയതായി ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ റഖാദ് അൽ അമീരി വ്യക്തമാക്കി. 2016 UAE വായനാ വർഷമായി ആചരിക്കുന്നതും സാഹിത്യം ആശയമാക്കിയുള്ള പ്രചരണ പരിപാടികളുമെല്ലാം സന്ദർശകരുടെ എണ്ണം കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട്. ഷാർജ പുസ്തകമേളയുടെ പ്രത്യേകതകളും മാറ്റങ്ങളും വളരെ വലുതാണെന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ പറഞ്ഞു. ഇവിടുത്തെ ലോക്കൽ എഴുത്തുകാരുടേതും നാട്ടിൽ നിന്നുള്ള എഴുത്തുകാരുടേതായിട്ട് ഒരു 60-70ഓളം പുസ്തകങ്ങൾ, മലയാള പുസ്തകങ്ങളുടെ ലോഞ്ചിങ് ഈ വർഷം ഷാർജ പുസ്തകം അതൊരു പുതിയ റെക്കോർഡാണ്. ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വർഷം 40ഓളം പുസ്തകങ്ങളാണ് ലോഞ്ച് ചെയ്തത്. ഈ വർഷം മലയാള പുസ്തകങ്ങൾ മാത്രം 60 പുസ്തകങ്ങൾ ലോഞ്ചിങ് നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നിറഞ്ഞ സദസ്സുകളിലാണ്. ഇതൊക്കെ കാണാനും കേൾക്കാനും ഈ എഴുത്തുകാരെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടുത്തെ UAE നിന്ന് മാത്രമല്ല ഒമാനിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ശനി മുതൽ ബുധനാഴ്ച വരെ രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് മേളയുടെ സമയം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 11 വരെ മേള തുടരും. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് മേളയിലേക്കുള്ള സന്ദർശനം. മേള കഴിയുന്നതോടെ സന്ദർശകരുടെ എണ്ണം റെക്കോർഡ് ഭേദിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഗൾഫ് ന്യൂസ് വീക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരും. സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശവുമായി മലർവാടി കുരുന്നുകൾ 100 കണക്കിന് റോസാപ്പൂക്കൾ വിതരണം നടത്തി. റിയാദിലെ വിവിധ ഷോപ്പിംഗ് മാളുകളിലായിരുന്നു കുരുന്ന് സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യത്യസ്ത പരിപാടികളുമായി മലയാളി കുട്ടികൾ ഒത്തുചേർന്നത്. തനിമ സാംസ്കാരിക വേദി സൗദി അറേബ്യയിൽ സംഘടിപ്പിക്കുന്ന സമാധാനം മാനവികത ക്യാമ്പയിന്റെ ഭാഗമായാണ് നറുമണം പൊഴിക്കുന്ന പനിനീർപ്പൂക്കളോടൊപ്പം മലർവാടി ബാലസംഘം പ്രവർത്തകർ വിവിധ മാളുകളിലെത്തിയത്. കുരുന്നു മനസ്സുകളിൽ നിന്നുള്ള സ്നേഹ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് കൈമാറിയപ്പോൾ പ്രവാസികൾക്ക് അതൊരു നവ്യ അനുഭവമായി മാറി. സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ലോകവും സ്നേഹവും സൗഹൃദവും കളിയാടുന്ന ഒരു സമൂഹവും എന്ന സന്ദേശം കൈമാറാൻ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ തയ്യാറാക്കിയ കുറിപ്പും ഇതോടൊപ്പം വിതരണം ചെയ്തിരുന്നു. കുട്ടികളുടെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നും വിരിയുന്ന ആ പുഷ്പങ്ങളാണ് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2000-ലധികം സ്നേഹ സന്ദേശ കാർഡുകളും പുഷ്പങ്ങളും വിവിധ മാളുകൾ വഴി കുട്ടികൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി മലർവാടി കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് ലോക നന്മയ്ക്ക് വസന്തങ്ങൾ വിരിയിക്കുന്നതാണ്. നന്മ വിരിയട്ടെ, സമാധാനം പുലരട്ടെ എന്ന സന്ദേശവുമായി ലുലു, നെസ്റ്റോ, മദീന ഹൈപ്പർ മാർക്കറ്റിലും അൽ റയാൻ പോളിക്ലിനിക്കിലുമാണ് 2 ദിവസങ്ങളിൽ പനിനീർപ്പൂക്കൾ കൈമാറിയത്. 2000-ഓളം കുടുംബങ്ങൾക്ക് സന്ദേശം കൈമാറിയതായി സംഘാടകർ പറഞ്ഞു. സൗദിയിലെ പ്രമുഖ ഫ്ലവർ മൊത്ത വ്യാപാര ഗ്രൂപ്പായ ബ്ലൂ മാർക്സുമായി കൈകോർത്താണ് മലർവാടി ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മലർവാടി കോർഡിനേറ്റർമാരായ ബഷീർ വനന്തരപ്പള്ളി, നസീറ റഫീഖ്, മുഹമ്മദ് അയൂബ് തനൂർ, ബഷീർ പയ്യന്നൂർ, ഐമൻ സഹീദ്, ഉമർ കോഴിശ്ശേരി, ഹാരിസ് മണക്കാവിൽ, അബ്ദുൽ അസീസ് പൊറ്റാശ്ശേരി, റഹ്മത്തുള്ള മേലാറ്റൂർ, മജീദ് തുപ്പത്ത്, അഫ്ഫാൻ മുസ്തഫ, KM സലീം, ജാസ്മിൻ അഷ്റഫ്, നുസ്രത് ആസാദ്, സുമയ്യ റസാഖ്, ഷാഹിന, സുമയ്യ റഹ്മത്തുള്ള, നഷീദ അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി. ജിമാഠ് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@gvan.tv. ടെലിഫോൺ നമ്പർ 8086009211. ജിമാഠ് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.